അല്ല, അങ്ങനെ രഹസ്യങ്ങൾ അറിയാൻ കഴിയുമോ ഹിപ്നോട്ടിസം? കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ മൊത്തം മാറ്റിയെടുക്കാൻ പറ്റും. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറ്റിയെടുക്കാൻ പറ്റും. അതിന് അയാൾ വിചാരിക്കാതെ ഒരിക്കലും അയാളെ ഹിപ്നോട്ടിസം പറ്റില്ല. വിദ്യാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ പഠിക്കുന്നത് മറക്കുക, പഠിക്കാൻ താല്പര്യമില്ലായ്മ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതിൽ കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. മെമ്മറി ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. കോമൺ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി, സ്ട്രെസ്സ്, അങ്ങനെയുള്ള കേസുകൾ. ആരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്. ഇപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ പുറത്തൊരു ബോർഡ് വയ്ക്കുകയാണ് ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. രഹസ്യം വെക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ഇനി സ്ഥലമില്ല, കബോർഡ് നിറച്ച് രഹസ്യമാണ്, ഇനി വെക്കാൻ സ്ഥലമില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടുള്ള വേണുഗോപാൽ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഹിപ്നോട്ടൈസ് ആണോ കൂടുതലായും ചെയ്യുന്നത്? ഹിപ്നോസിസ് തന്നെ. അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഹിപ്നോസിസ് 4 ടൈപ്പാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ വേ ഓഫ് ഹിപ്നോസിസ്, രണ്ടാമത്തെ എറിക്സോണിയൻ മെത്തേഡ്, മൂന്നാമത്തെ NLP മെത്തേഡ്, നാലാമത്തെ ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ്. ഇതിൻ്റെ ഉപയോഗം കൂടെ ഞാൻ പറഞ്ഞുതരാം. ക്ലിനിക്കൽ മെത്തേഡാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ തെറാപ്പിക്ക് വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്നത്. ഞാനല്ല, സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. എറിക്സോണിയൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹിപ്നോസിസിൽ പോകാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സംസാരിച്ച് അയാൾ അറിയാതെ ഹിപ്നോസിസിൽ കൊണ്ടുപോകുന്ന രീതിയാണ് എറിക്സോണിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രചാരത്തിലില്ല. മൂന്നാമത്തെ NLP, നിങ്ങൾക്കറിയാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അതാണ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ്, അതായത് സ്റ്റേജ് ഹിപ്നോസിസ്, സ്ട്രീറ്റ് ഹിപ്നോസിസ്, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ. അതെന്ന് പറഞ്ഞാൽ കൂടുതലും എൻ്റർടൈൻമെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റൻറ്റ് തന്നെ തെറാപ്പി ലെവലിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം തെറാപ്പി ലെവലിൽ സമയം ഒരുപാട് വേണം. 2-3 മണിക്കൂറില്ലാതെ ഒരാളെ നമുക്ക് തെറാപ്പിയിലേക്ക് ആ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തെ ഗുണം എന്താണെങ്കിൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ഒരുപാട് കുറയും. വരുന്ന ക്ലയൻറ്റിന് സമയമില്ല, നമുക്ക് സമയമില്ല. ടൈം ഈസ് വെരി പ്രീഷ്യസ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ പെട്ടെന്നങ്ങ് അവസാനിപ്പിക്കുന്നതാണ് ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി. ഇത് തന്നെയാണ് സ്റ്റേജ് ഹിപ്നോസിസിലോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഹിപ്നോസിസിലോ എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ് ഹിപ്നോസിസ് പോപ്പുലർ അല്ല, ഫോറിൻ കൺട്രീസിൽ അത് വളരെ പോപ്പുലറാണ്. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ശരിയാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് എൻ്റെ സ്വന്തം കൃതിയാണ്. സൈക്കിക് ഹിപ്നോസിസ് എന്ന് വെച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കിക്കോടെ നിങ്ങൾക്കിപ്പോൾ ഹിപ്നോസിസിൽ നിങ്ങളെ എനിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് പോകാൻ പറ്റുന്നൊരു മെത്തേഡ്. ഇറ്റ്സ് എ വേ ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയാം. മനസ്സിലായോ? അതിനെ നമ്മൾ നിങ്ങളെ ശ്വാസം വലിപ്പിച്ച് നിങ്ങളെ ട്രഡീഷണൽ വേയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മെത്തേഡിലൂടെ കൊണ്ടുപോകും, ഒന്നുമല്ല. നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ പോകുന്നത്, ഹിപ്നോസിസിൽ പോകുന്നത്. അതാണ് ഞാൻ ചെയ്യുന്ന സൈക്കിക് രീതി. അതുകൊണ്ട് ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആർക്കും അറിയില്ല, ഞാൻ ആരും പഠിപ്പിച്ചിട്ടുമില്ല. എൻ്റെ സ്റ്റുഡൻസിനല്ല ഞാൻ അതിൻ്റെ ഓഡിയോ കൊടുക്കാറുണ്ട് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട്. അത് വേറെ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ ഹിപ്നോട്ടിസത്തിൽ എനിക്ക് ബേസിക്കായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, ഈ ഹിപ്നോട്ടിസം കൊണ്ട് ആളുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും? ഹിപ്നോട്ടിസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ബേസിക് ക്യാരക്ടേഴ്സും മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഈ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണെങ്കിൽ വിദ്യാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ പഠിക്കുന്നത് മറക്കുക, പഠിക്കാൻ താല്പര്യമില്ലായ്മ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതിൽ കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. മെമ്മറി ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും അവരുടെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി, സ്ട്രെസ്സ്, അങ്ങനെയുള്ള കേസുകൾ. ആരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്. ഇതെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹിപ്നോട്ടിസം. എല്ലാവരും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നിങ്ങൾ എത്രയും പഠിക്കുന്നോ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾക്ക് ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഏതൊരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ വഴി. ആ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ കണ്ടെത്തുക എന്നുള്ളത് ഹിപ്നോട്ടിസം പഠിച്ച ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ആങ്സൈറ്റിയാണ്, അത് എന്തുകൊണ്ട് എനിക്ക് ആങ്സൈറ്റി ചിന്തിക്കാനുള്ളൊരു കഴിവ് കിട്ടുമായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ആങ്സൈറ്റി? അല്ലെങ്കിൽ ഡിപ്രഷൻ,
എപ്പോഴാണ് എനിക്ക് ഡിപ്രഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഡിപ്രഷൻ വരുന്നത്, എന്ത് ചിന്തിക്കുമ്പോഴാണ് ഡിപ്രഷൻ ടൈമിൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്. ഒരു സാധാരണ വ്യക്തി ഇതൊന്നും അനലൈസ് ചെയ്യില്ല. പക്ഷേ ഹിപ്നോട്ടിസം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇതെന്താണ് എന്ന് അറിയുന്നത് കൊണ്ട് അയാൾ അതിനെ അനലൈസ് ചെയ്യും. അപ്പോൾ അയാൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കറിയിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഉപ്പ് കൂടി എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴല്ലേ അതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഹിപ്നോട്ടിസം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സോൾവ് ഇറ്റ് ഔട്ട് വെരി ഈസിലി, വെരി സിംപ്ലി. സാറിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഹിപ്നോട്ടിസം? എനിക്ക് ക്ലിനിക്കൽ ഹിപ്നോസിസ്, അതായത് തെറാപ്പിയിൽ മോർ ദാൻ 10 years. പഠിച്ചത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 18 years തൊട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. മാത്യു വില്ലൂർന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിട്ടുള്ളൊരു സൈക്കാട്രിസ്റ്റാണ്. പുള്ളിയായിരുന്നു നമ്മുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നൊരു വ്യക്തി. പിന്നെ ഡോക്ടർ എസ് ശാന്തകുമാർ, ഇദ്ദേഹത്തിൻ്റെ നിന്നും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും കണക്കൂട്ടണം. കാരണം ഇന്നത്തെ തലമുറയ്ക്കൊന്നും അതും കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അതൊക്കെ അന്നെനിക്ക് എങ്ങനെയോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി പഠിക്കൽ. പിന്നെ ഏതൊക്കെ രീതിയിൽ എനിക്ക് എവിടെയൊക്കെ പഠിക്കാൻ പറ്റുമോ എല്ലാം ഞാൻ പോയി പഠിച്ചു. കേരളത്തിലെ ഒട്ടുമിക്ക ഗുരുക്കന്മാരുടെ അടുത്തും പോയി പഠിച്ചു. അതുപോരാണ്ട് ഡൽഹി പോയി പഠിച്ചു, ഹൈദരാബാദിൽ പോയി പഠിച്ചു. ഹൈദരാബാദിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എപ്പോഴും യൂട്യൂബിൽ നിറയുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു 5-6 കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ പോയി പഠിച്ചു. അങ്ങനെ കിട്ടാവുന്നിടത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓൺലൈനിൽ ഞാൻ ഒരുപാട് ഫോറിൻ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പഠിക്കാറുണ്ട്. ഇപ്പോഴും കാണുന്ന ഓൺലൈനിലെല്ലാം നമ്മളെന്നും സ്റ്റുഡൻറ്റാണ്. എന്തുകൊണ്ടാണ് ഈ ഫോറിൻ കൺട്രീസ് സ്കൂളിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഫോറിൻ കൺട്രീസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വിവക്ഷയുണ്ട്, ആൾക്കാർക്ക് ഒരു മുൻവിധിയുണ്ട്, വട്ടന്മാരെ പോവുള്ളൂ ഹിപ്നോട്ടിസിൻ്റെ അടുത്ത്. ഇപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ പുറത്തൊരു ബോർഡ് വയ്ക്കുകയാണ് ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. നമ്മുടെ നാട്ടിലൊരു ചിന്താഗതി അതാണ്. അത് ഒന്ന്. രണ്ടാമത്, നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു ധാരണയും കൊണ്ടാണ് നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ രഹസ്യം മുഴുവൻ ഞാൻ ചോർത്തുന്നു. രഹസ്യം വെക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ഇനി സ്ഥലമില്ല, കബോർഡ് നിറച്ച് രഹസ്യമാണ്. ഇനി വെക്കാൻ സ്ഥലമില്ല. ഭാര്യ പറയുന്നുണ്ട് ഇനി ഇവിടെ വെക്കരുതിട്ടാ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഒരാളുടെ രഹസ്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. അവിടെ അങ്ങനെ രഹസ്യങ്ങൾ അറിയാൻ കഴിയുമോ ഹിപ്നോട്ടിസത്തിൽ? കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയാവുന്ന ലെവലുകളൊക്കെ ഉണ്ട്. പക്ഷേ യൂഷ്വലി ആരും അത് ഉപയോഗിക്കില്ല. ഇപ്പം നിങ്ങളുടെ വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നിട്ട് ചെറിയ പെൻസിൽ മോട്ടിച്ചതായിരിക്കും. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയൊരു രഹസ്യമാണ്. എന്നെ സംബന്ധിച്ചോ ഒന്നുമല്ല, നിസ്സാര കാര്യമാണ്. അപ്പം നിങ്ങളുടെ രഹസ്യം എന്നുള്ളത് നിങ്ങൾക്ക് വലിയ രഹസ്യമായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചോ ഒരു രഹസ്യമേ അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ രഹസ്യം പുറത്താവുമോ എന്നുള്ള പേടി കൊണ്ട് പലതും മറച്ചു വയ്ക്കും. പിന്നെ വരുന്ന ഈ ഫാമിലി മാറ്റേഴ്സാണ്. ഫാമിലി മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സംശയരോഗമാണ് കൂടുതൽ. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ സംശയം. നിങ്ങൾക്കറിയാം, അത് ഒരുപാട് അട്രോസിറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ഭാര്യയും ഭർത്താവിനും സെപ്പറേറ്റ് ആയിട്ടും ഒന്നിച്ചിരുത്തിയും എല്ലാം നമ്മൾ തെറാപ്പി നടത്തേണ്ടി വരും. അപ്പം നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഏറ്റവും കോമണാണ് ഈ ഡിപ്രഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളെ ആറ്റിറ്റ്യൂഡിനെ മൊത്തം മാറ്റിയെടുക്കാൻ പറ്റും. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ഇവിടുത്തെ നമ്മുടെ പല ഗുരുക്കന്മാരും പറഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് കറക്ഷൻ എന്നാണ് പറയുന്നത്. ബ്ലൂ പ്രിൻ്റ് കറക്ഷൻ, അതായത് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിൽഡിംഗ് പണിയാൻ പറ്റും. അപ്പോൾ ആ ബ്ലൂ പ്രിൻറ്റിലാണ് കറക്ഷൻ വേണ്ടത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിലാദ്യം വരുത്തണമല്ലോ. അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ, അശോക് നാരായൺ എന്ന് പറഞ്ഞൊരു ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റാൻ പറ്റും. അവിടുന്ന് നമുക്ക് വേണ്ടത്ര സജഷൻസ് എല്ലാം കൊടുത്ത്, ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നിങ്ങൾ ട്രാൻസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ്. ആ സജഷൻസ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരു എക്സ്പീരിയൻസ്ഡ് ഹിപ്നോട്ടിസ്റ്റിനല്ലാതെ പ്രോപ്പറായിട്ടുള്ള സജഷൻസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ സജഷൻസ് കൊടുക്കുന്നതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. മനസ്സിലായല്ലേ? ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഓർമ്മ ശക്തി കുറവുള്ളൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവനെ വെറും ആൽഫ ലെവലിലേക്ക് കൊണ്ടുപോയി, അത് 20 to 10 CPSൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും അവൻ്റെ പ്രശ്നം. പഠിക്കാൻ വിദ്യാർത്ഥികളെ മിടുക്കരാക്കാനോ അപ്പോൾ ഇതുകൊണ്ട് എല്ലാം പറ്റും. ഞാൻ സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. മൊത്തം ഒരു 40-50 സ്റ്റുഡൻസിനൊക്കെ ഇരുത്തിയിട്ട്
എടുക്കാറുണ്ട്, മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് എടുക്കാറുണ്ട്. അവരുടെ ഹിപ്നോട്ടിസം എന്നൊരു വാക്ക് ഉപയോഗിക്കില്ല. ഞാൻ എവിടെയും ഹിപ്നോസിസ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന വ്യക്തിക്ക് എന്നിലുള്ള വിശ്വാസം പേടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ രഹസ്യങ്ങൾ പുറത്താകുമോ അങ്ങനെയൊക്കെയുള്ള പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ ചോദിക്കും ഒന്ന് റിലാക്സ് ചെയ്യാം, ഒന്ന് ഫ്രീ ആയിക്കൂടെ എന്നോട് സംസാരിക്കാൻ. വരുമ്പോഴേ ഞാൻ എൻ്റെ അടുത്തൊരാൾ വരുമ്പോഴേ ഞാൻ അവരെ റിസോണിങ് മെത്തേഡിൽ ഞാൻ തുടങ്ങും. അങ്ങോട്ട് സംസാരിച്ച് ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പഠിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇവനോട് ഞാൻ ഒന്നും പറയാൻ പോകില്ല, അവന് പറ്റണം ചെയ്യട്ടെ എന്നൊക്കെ ചില വരിക. അപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവിടുന്നേ തുടങ്ങും സംസാരിച്ച് അവർ ഞാനായിട്ട് റാപ്പ് ഉണ്ടാക്കി വയ്ക്കും. അപ്പം തന്നെ എൻ്റെ വഴി പകുതി ഈസിയായി. പിന്നെ നമ്മൾ പറയുന്നത് അവർ കുറേ അങ്ങ് അനുസരിച്ച് പോകുള്ളൂ. അപ്പോഴേ എൻ്റെ സജഷൻസ് ഏൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കുകയാണ്. ഹിപ്നോട്ടിസം ഒരാളെ ഹിപ്നോസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാളുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതം വേണം, അയാളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം വേണം. അയാൾ വിചാരിക്കാതെ ഒരിക്കലും അയാളെ ഹിപ്നോട്ടിസം പറ്റില്ല.